ഈ 2024 ഒക്ടോബർ മാസത്തിൽ നമ്മൾ ന്യൂനപക്ഷ തീവ്രവാദം മുഴുവൻ ലീഗ് മേച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ 2024 ഒക്ടോബറിൽ മാധു കേരളത്തിൽ ഒരു പുസ്തകം പുറത്തു വന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന ഈ ഐസിസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു, അതിനൊക്കെ ഈ അബ്ദുൽ നാസർ മഹദിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തടിയന്റെ വിട നസീർ എന്ന് പറയുന്ന ഭീകരവാദിക്ക് പോലും പ്രചോദനമായത് അബ്ദുൽ നാസർ മഹദിനിയുടെ പ്രസംഗങ്ങളാണ്. ഈ പുസ്തകം പുറത്തു വന്ന ഉടനെ അന്ന് കോഴിക്കോട്ട് PDP പ്രവർത്തകർ ഈ പുസ്തകം കത്തിച്ചു. ആ PDP പ്രവർത്തകർക്ക് കേസെടുത്തു. മാധു മാസം കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, നവംബർ മാസം വന്നു. നവംബർ മാസം വന്നപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഇതേ അബ്ദുൽ നാസർ മഹദിനിയുടെ PDP ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുക്കാൻ ഇവർക്കും മടിയുണ്ടായില്ല, സ്വീകരിക്കാൻ മറ്റവർക്കും മടിയുണ്ടായില്ല. പുസ്തകം എഴുതിയ ആളിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെയാണ് ഈ ചർച്ചയിൽ ഇവിടെ CPM-ന്റെ പ്രതിയായിട്ട് പങ്കെടുക്കുന്നത്. 2018 കൈവെട്ട് മുതലെടുത്തോ. ആ കൈവെട്ട് കേസ് നടന്നപ്പോ ലീഗ് എന്താ ചെയ്തത്? കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും യോഗം പാണക്കാട് അന്ന് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റായിരുന്ന സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വിളിച്ചുകൂട്ടി കൊടപ്പനക്കൽ. ആ മുസ്ലിം സംഘടനകളെ മുഴുവൻ ചേർത്തിരുത്തിയിട്ട് ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞു, ഇത് തെറ്റാണ്, മതപരമായി തെറ്റാണ്, രാഷ്ട്രീയപരമായി തെറ്റാണ്. ഈ കൈവെട്ടിയവരുടെ കൂടെ ഈ സമുദായമില്ല, ഈ സമുദായത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ ഈ സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന മതസംഘടനകളോ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. മുനമ്പം ഇതുപോലെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇവർ എറിഞ്ഞു കൊടുത്തിട്ട് കാത്തിരിക്കുകയാണല്ലോ. ഇത് എപ്പോഴാണ് കാത്തിപ്പിടിക്കാം? ഒരു ഭാഗത്ത് കാസയുണ്ട്, വേറെ ഭാഗത്ത് RSS ഉണ്ട്. CPM ആണെങ്കിൽ ഇത് എപ്പോ ആളിക്കറം അത് കെടുത്തുന്ന ഒരു പണിയില്ല. ഇവർ പരിഹസിക്കുന്ന പാണക്കാട്ട് തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം പാണക്കാട് നിന്ന് ഈ കൊച്ചിയിൽ വന്ന് ആ സഭാ നേതാക്കന്മാരെ കണ്ടു, അവരുടെ കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു. മാർപ്പാപ്പയെ കണ്ടപ്പോൾ പോലും ആ വിഷയം ചർച്ചയ്ക്ക് മുഴുവൻ ആളിക്കെടുത്താൻ ശ്രമിച്ച പാരമ്പര്യമാണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ വരികയാണ് സഖാവ്, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു സഖാവ് P ജയരാജൻ. താങ്കൾ എന്നേക്കാൾ എത്രയോ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ എത്ര നിശബ്ദനായിരുന്നു. എന്നേക്കാൾ എത്രയോ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ താങ്കൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളിലേക്കും എനിക്ക് സമയം അനുവദിക്കുന്നത്ര ഞാൻ വരും. അപ്പൊ ഇതാണ്, ഇതിനൊക്കെ ആളിക്കെടുത്തിയ സമയത്ത് കെടുത്താൻ ശ്രമിച്ച പാരമ്പര്യമാണ് ഞങ്ങളുടേത്. എന്റെ ചോദ്യം, ഹുക്കൂമത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി അന്നും മാറ്റിയിട്ടില്ല, ഇന്നും മാറ്റിയിട്ടില്ല. 77 ഈ ഹുക്കുമത്തെ ഉലാഹി ഉയർത്തിപ്പിടിക്കുന്ന മതരാഷ്ട്രവാദിയായ മൗദൂദിയുടെ വോട്ട് വാങ്ങിയത് തെറ്റ്. സഖാബെ, താങ്കളുടെ പാർട്ടിക്ക് പറയാൻ പറ്റുമോ? പിന്നീട് ഇങ്ങോട്ട് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വാങ്ങി, തെറ്റ് പറയാൻ പറ്റുമോ? 2006 ഈ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയാണ് നിങ്ങൾ അധികാരം പിടിച്ചത്. 2006 VS അച്യുതാനന്ദന്റെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തെറ്റാണെന്ന് നിങ്ങൾ പറയോ? തീർന്നില്ല. 2011 കേരളത്തിലെ 127 മണ്ഡലങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് വോട്ട് തന്നു. തെറ്റെന്ന് നിങ്ങൾ പറയോ? പറയില്ല. ഇത് പ്രണയപ്പകയാണ് മാധു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെ വോട്ട് തരാതരം പോലെ വാങ്ങിയവരായി ഇവര് ഞങ്ങളുടെ പിന്നാലെയും വന്നിട്ടുണ്ട്. വോട്ട് കിട്ടില്ല എന്ന് കണ്ടാൽ ഈ പുതിയ കാലത്ത് ചില കാമുകന്മാർ പിന്നാണ് നടത്തിട്ട് പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ പിന്നെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്ന പണിയുണ്ട് CPM-ന്. ആ പണിയാണ് ഇപ്പൊ സഖാവ് ജയരാജനും വിജയരാഘവനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെമ്പായം പഞ്ചായത്ത്, മലപ്പുറത്തെ പറപ്പൂർ പഞ്ചായത്ത്, സഖാവ് അഭിമന്യുവിന്റെ ചങ്കു കുത്തിപ്പിളർത്ത SDPI-ക്കാരുടെ കൂടെ ചേർന്ന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പോലും സഖാവ് ജയരാജൻ നടപ്പിലാക്കപ്പെട്ടില്ല. പിന്നെയും നിങ്ങളത് തുടർന്നു. ഞങ്ങൾ അതിനൊന്നും പോയവരല്ല. ഞങ്ങൾ കർശനമായ നിലപാട് ഇവരോട് സ്വീകരിച്ചവരാണ്. ഏറ്റവും ഒടുവിൽ PDP-യുടെ പിന്തുണ അടക്കം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ കാർഡ് മാറ്റി കളിക്കൽ, ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്നറിയോ സഖാവ് ജയരാജൻ? ഇതിപ്പോ നിങ്ങൾ ഇതിന്ന് ചിലപ്പോൾ നാളെ പിൻവലിച്ചേക്കാം, സഖാവ് ജയരാജനെ തിരുത്തിയേക്കാം. ഇന്നു മുതൽ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ഏറ്റെടുക്കാണ്. ടൈംസ് നൗ പോലെ മോഡിയുടെ മടിത്തട്ടിൽ കിടന്ന് RSS-ന് വിടുപണി ചെയ്യുന്ന ചാനലുകൾ, മാധ്യമങ്ങൾ, ഉത്തരേന്ത്യയിലെ സംഘപരിവാർ നേതാക്കന്മാർ, അവർക്കൊരു ആയുധം കൂടി നിങ്ങൾ കൊടുത്തിരുന്നു. ഒരു സമുദായത്തെ മുഴുവൻ കൂട്ടവിചാരണ നടത്തുന്ന അവർ സഖാവ് വിജയരാഘവന്റെ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സമുദായത്തെ ഭീകരവാദികൾ, കൊടി വേണ്ട ബലൂൺ മതി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിലേക്ക് ചുരുങ്ങിയില്ലേ എന്നൊരു ചോദ്യം ശ്രീ P ജയരാജൻ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോ അന്ന് കോൺഗ്രസ്സുകാർ ആർജവത്തോടെ അല്ലെങ്കിൽ UDF ആർജവത്തോടെ ഒരു തീരുമാനമെടുക്കുകയല്ല, അതിനെ ചെറുക്കുകയല്ല. അത്തരം കാര്യങ്ങൾക്ക് പിന്നാക്കം നിന്നിട്ടല്ല ഞങ്ങൾ മറുപടി പറയേണ്ടത്. ഞങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്കാണ്, ഞങ്ങളുടെ മുന്നണിയുടെ കൊടിയാണ് പാറിപ്പറക്കുന്നത് എന്ന രീതിക്ക് നിങ്ങൾ നിലപാടെടുത്തില്ല എന്നുള്ളതാണ് വിമർശനം CPM-ന്റെ. ആ വിമർശനം ഉന്നയിക്കാൻ CPM-ന് എന്താ അവകാശമുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി അത് ഒളിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു സഖ്യം. കൊടി ഉയർത്താത്തതുകൊണ്ട് ലീഗും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലെന്ന് ആരെങ്കിലും വിചാരിക്കോ? അമേരിക്കയിൽ പോയില്ലേ മാധു രാഹുൽ ഗാന്ധി? അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചില്ലേ
ഈ ലീഗിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒരു വർഗീയ പാർട്ടിയല്ലേ? അമേരിക്കയിൽ വെച്ച് ലോകം കേൾക്കെ രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തില്ലേ, ദർ ഇസ് നത്തിങ് കമ്മ്യൂണൽ അബൌട്ട് മുസ്ലിം ലീഗ് എന്ന്. ലോകം മുഴുവൻ കേട്ടതാണ്. ലീഗിനെ സംബന്ധിച്ച് വർഗീയമായിട്ട് ഒന്നുമില്ല, നിങ്ങൾ ആ പാർട്ടിയെ പഠിക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യത്തിൽ വ്യക്തമാണ്, ലീഗിനെ ചൊറിയുന്നതിലൊന്നും ഞങ്ങൾക്കൊരു വിരോധമില്ല. ഞങ്ങൾ ഇവരുടെ തലോടലേറ്റ് നിന്നവരല്ല, പൊരുതി നിന്നവർ തന്നെയാണ്, ഇനിയും പൊരുതി നിൽക്കും. പക്ഷെ ഈ കാർഡ് BJP ഉപയോഗിക്കുന്നത് കണ്ടിട്ട് പോലും നിങ്ങൾക്കൊരു കുറ്റബോധമില്ലെങ്കിൽ എനിക്ക് സഹതാപാണ് ഇപ്പോ CPM-നോട് തോന്നുന്നത്. EMS പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ വർഗശത്രുക്കൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങിയാൽ, നമ്മുടെ വാക്കുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ, തെറ്റുപറ്റിയോ എന്ന സഖാക്കളെ നിങ്ങൾ ആത്മവിമർശനം നടത്തിക്കൊള്ളൂ. ഉത്തരേന്ത്യയിൽ RSSകാരന് ഇവിടുത്തെ CPM നേതാവിന്റെ വാക്കുകൾ ഏറ്റെടുക്കാൻ തോന്നുന്നുവെങ്കിൽ CPM-ന് തെറ്റിയെന്ന് വിലയിരുത്താനാണ് യഥാർത്ഥത്തിൽ CPM തയ്യാറാകേണ്ടത്. വയനാട്ടിലെ 111 ബൂത്തുകളിൽ LDF 3-ാം സ്ഥാനത്താണ് എന്നുകൂടി മനസ്സിലാക്കിക്കോ. വോട്ട് പോയത് BJP-ക്കാണ്, ആ വോട്ട് പോയത് CPM-ന്റെ കയ്യിൽ നിന്നാണ്. ജയിച്ചു പറയുന്നത് ചേലക്കരയിൽ എത്ര വോട്ടാ പോയത്? 16,000 വോട്ട് കുറഞ്ഞു LDF-ന്, 9,000 വോട്ട് BJP-ക്കും പോയി, 7,000 വോട്ട് ഞങ്ങൾ